നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോ. ഇന്നത്തെ വീഡിയോ അതായത് 26/2/2026 വ്യാഴാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വില നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയും അതേസമയം സ്വർണ്ണവില ഒരു ഗ്രാമിൻ്റെ മുകളിൽ 80 രൂപ, ഒരു പവൻ്റെ മുകളിൽ 320 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി 22 ക്യാരറ്റ് രൂപ 14,760, ഒരു പവൻ 1,11,080 അതുപോലെ 24 ക്യാരറ്റ് രൂപ 16,102, ഒരു പവൻ 1,28,816. അതുപോലെ 18 ക്യാരറ്റ് രൂപ 12,077, ഒരു പവൻ 96,616. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 221, RSS 5 കിലോ 216, ISNA20 199, ലാറ്റക്സ് 60% ARC 150 രൂപ 5 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം മാർക്കറ്റ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 221, RSS 5 കിലോ 216. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 250, RSS 5 കിലോ 206. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 231.25 പൈസ, RSS 5 കിലോ 230.81 പൈസ. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടാണ് കോടികളുടെ വ്യാപാരമാണ് നടക്കുന്നത്. ഈ ലക്ഷ്യം വലിയ ആശുപത്രികൾ വലിയ തുക മുടക്കി കോർപ്പറേറ്റുകൾ വാങ്ങുന്നത്. അത് കാരണം നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ ഇപ്പോൾ അവയവമാറ്റ തുടങ്ങിയിരിക്കുകയാണ്. 600 കോടി ചെലവിൽ സർക്കാർ ഉടമസ്ഥയിൽ ഒരു അവയവമാറ്റ ആശുപത്രി കോഴിക്കോട് വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ സർക്കാർ മേഖലയിൽ വരുമ്പോൾ വലിയ ആശുപത്രികൾക്ക് വൻ അടിവാണ്. കോഴിക്കോട് 600 കോടി രൂപ ചെലവിൽ സർക്കാർ ഉടമസ്ഥയിൽ ഒരു ആശുപത്രി കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഇടതുപക്ഷ ഗവൺമെൻറ്റും ആണ്. ഇങ്ങനെ ഗവൺമെൻറ് തലത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ കൊള്ള ലാഭം എടുക്കാൻ പറ്റാതെയാവും സ്വകാര്യ ആശുപത്രികൾക്ക്. അതുകൊണ്ട് തന്നെ LDF സർക്കാരിൻ്റെ തുടർച്ചയുണ്ടാവാൻ പാടില്ലെന്ന് അവർ വളരെയേറെ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് അവർ പണം കൊടുത്താണ് മാധ്യമങ്ങൾ വാർത്തയുണ്ടാക്കുന്നത്. അവരാണ് സർക്കാർ ആശുപത്രികളുടെ സേവനങ്ങളെ വിലയിടിച്ച് തകർക്കുന്നത്. അതിന് ഒത്താശ നിൽക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളുമാണ്. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ തന്നെ ഓരോ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റ്, ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ്, അലോപ്പതി ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏത് സമയം ലഭ്യമാണ്. ഇപ്പോൾ അതിമികച്ച ആശുപത്രി സംവിധാനങ്ങളാണ് ആരോഗ്യ മേഖലയിലേക്ക് വളരെ സംഭാവന ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.